മൂന്നാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് ടൈം മോഡൽ എക്സാമിനേഷൻ. ഇതിൽ നമുക്ക് 2 യൂണിറ്റുകളാണ് പഠിക്കുവാനുള്ളത്. മനുഷ്യൻ്റെ കൈകൾ എന്നുള്ള യൂണിറ്റും അപ്പൂപ്പൻ താടി എന്ന യൂണിറ്റും. ഈ 2 യൂണിറ്റിലെ പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. പേജ് 58 ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലേത്? വിത്താഴം ചെന്നാൽ പത്തായം നിറയും, പത്തായം പെറും ചക്കിക്കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും, ചുക്കില്ലാത്ത കഷായമില്ല, കണ്ടപ്പോൾ കരിമ്പ് കടിച്ചപ്പോൾ ഇരുമ്പ്. ഇങ്ങനെ നമുക്ക് കൃഷിയുമായി ബന്ധമുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന പഴഞ്ചൊല്ലുകളാണ് തരുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട ആശയമുള്ള പഴഞ്ചൊല്ലുകളാണ് നമ്മൾ ഇവിടെ ഉത്തരമായി എഴുതേണ്ടത്. ഇതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് 59 ചോദ്യം നോക്കാം. അടുക്കളപ്പണിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വാക്കുകളും പ്രയോഗങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താനാകും? അടുക്കളപ്പണിയുമായി ബന്ധപ്പെട്ട പണികൾ എന്നൊരു ഭാഗമുണ്ട്, അതുപോലെ പണി ഉപകരണങ്ങളുണ്ട്, അതുപോലെ ചൊല്ലുകളുണ്ട്, മറ്റുള്ളവ. ഇങ്ങനെ 4 ഘട്ടങ്ങളായിട്ടാണ് നമ്മളിത് എഴുതേണ്ടത്. അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. അടുക്കളപ്പണികൾ: പാത്രം കഴുകുക, കറിക്കരിയുക, തേങ്ങ ചിരകുക, മീൻ മുറിച്ച് കഴുകുക, തീ പൂട്ടുക. തീ പൂട്ടുക എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ വിറകടുപ്പിൽ തീ പൂട്ടുകയാണ്. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഗ്യാസ് അടുപ്പാകുമ്പോൾ ഗ്യാസിൽ തീ ഓണാക്കിയാൽ മതി. കറി വയ്ക്കുക, അരി വാർക്കുക, വിളമ്പുക, മാമു ഊട്ടുക. മാമു ഊട്ടുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുവാവന്മാര് ഒക്കെ ഭക്ഷണം കൊടുക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. അടുക്കള ഉപകരണങ്ങൾ ഏതെല്ലാം? മിക്സി, അമ്മിക്കല്ല്, ഗ്രൈൻഡർ, ആട്ടുകല്ല്, ഗ്യാസ് സ്റ്റൗ, അടുപ്പ്, പ്രഷർ കുക്കർ. ഇതിൽ അമ്മിക്കല്ലും ആട്ടുകല്ലും ഒന്നും ഇപ്പം ഇല്ല. അതിന് പകരം ഗ്രൈൻഡറും മിക്സിയും ഒക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ മറ്റ് പല പുതിയ ഉപകരണങ്ങളും ഉണ്ട്. അതിൻ്റെ പേര് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഒരുപാട് ഇണവാക്കുകളുണ്ട്. അതായത് ഇണവാക്കുകൾ എന്ന് പറഞ്ഞാൽ 2 വാക്ക് കൂടി ചേർന്നിട്ടുള്ള വാക്കുകൾ. ചോറും കറിയും, ഉപ്പും മുളകും, എരിവും പുളിയും, കയ്പും ചവർപ്പും, വേവും ചൂടും, കരിയും ചെളിയും. അടുക്കളയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ: ഉപ്പില്ലാതെ കറിയില്ല, ഉപ്പ് തൊട്ടു കർപ്പൂരം വരെ, ഒരു ചുക്കും സംഭവിക്കില്ല, കടുകു പൊട്ടും പോലെ. അടുക്കളയുമായി ബന്ധപ്പെട്ട കടങ്കഥകളുമുണ്ട്. ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളി തുള്ളി. അരി തിളച്ചു മറിയുന്നതിനെ സൂചിപ്പിക്കുന്ന കടങ്കഥയാണ്. അടുത്തുണ്ടൊരു കൊട്ടത്തേങ്ങ വെട്ടിപ്പൊളിക്കാൻ കിട്ടില്ല. അതിൻ്റെ ഉത്തരം അമ്പിളിമാമനാണ്. അകമില്ല പുറമില്ല ഞെട്ടില്ല വട്ടയില. ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. 4 മൂലപ്പെട്ടി, നടുവിൽ മഞ്ഞപ്പെട്ടി, കൊണ്ടോടും കുതിരക്കുട്ടി. അടുത്ത 62 പേജിലെ ചോദ്യം: നിങ്ങളുടെ ഒരു കളി അനുഭവം വിവരിച്ചെഴുതുക. നമ്മളുടെ ഒരു കളി അനുഭവമാണ് എഴുതേണ്ടത്. കളി അനുഭവം എന്ന് പറഞ്ഞാൽ കളിച്ചപ്പോഴുണ്ടായ ഒരു അനുഭവം. അത് നമ്മുടെ മനസ്സിനെ എങ്ങനെ ബാധിച്ചു, ആ മാനസിക ഭാവങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി എഴുതണം. ഇതൊരു വിവരണമായിട്ടാണ് എഴുതേണ്ടത്. അതായത് കണ്ടത് കണ്ടതുപോലെ, അനുഭവിച്ചത് അനുഭവിച്ചതുപോലെ വിവരിച്ച് എഴുതുകയാണ് വേണ്ടത്. നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ അതിനൊരു തലക്കെട്ട് കൊടുക്കണം. ഞാനതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം എഴുതിയിട്ടുണ്ട്. എൻ്റെ കളി അനുഭവം: ചക്ക വീണു. സ്കൂളില്ലാത്ത ഒരു ദിവസം അടുത്തുള്ള കൂട്ടുകാരുമായി ചേർന്ന് ഞങ്ങൾ സാറ്റ് കളിക്കുകയായിരുന്നു. മുറ്റത്ത് നിൽക്കുന്ന പ്ലാവിൻ്റെ ചുവട്ടിലായിരുന്നു കളിച്ചത്. കളിക്കിടയിൽ പെട്ടെന്ന് പഴുത്ത ഒരു ചക്ക ഞങ്ങളുടെ ഇടയിലേക്ക് വീണു. വലിയ ശബ്ദം. ചക്ക ചിന്നിച്ചിതറി. ഭാഗ്യത്തിന് ആരുടെയും ദേഹത്ത് വീണില്ല. ഞങ്ങൾ പേടിച്ച് നിലവിളിച്ചു. അമ്മ ഓടി വന്നു. അത് പ്ലാവിലെ അവസാനത്തെ ചക്കയായിരുന്നു. ആദ്യം പേടിച്ചു പോയെങ്കിലും പിന്നീട് ചക്കപ്പഴം തിന്ന് കളി തുടർന്നു. ഈ സംഭവത്തിന് ശേഷം എവിടെ കളിക്കുകയാണെങ്കിലും അടുത്ത് പ്ലാവോ തെങ്ങോ ഉണ്ടോ എന്ന് നോക്കും. മനസ്സിനെ ബാധിച്ചത്, പേടിച്ചത്, പിന്നീടും പ്ലാവുണ്ടോ തെങ്ങുണ്ടോ എന്ന് നോക്കുന്നത്. അങ്ങനെ മനസ്സിൽ നമ്മൾ എങ്ങനെ ബാധിച്ചു, നമ്മളുടെ മനസ്സിലുണ്ടായ ആ ഒരു ഭാവം, അതാണ് നമ്മൾ ഇതിൽ എടുത്ത് കാണിച്ച് എഴുതേണ്ടത്. അല്ലാതെ ഞങ്ങൾ അങ്ങനെ കളിച്ചു, ഞങ്ങൾ കളിച്ചപ്പോൾ രസമായിരുന്നു, ഇങ്ങനെ രസമായിരുന്നു, അങ്ങനെ എഴുതുകയല്ല വേണ്ടത്. ഇനി നമുക്ക് 2ാം ഭാഗം പുസ്തകത്തിലെ അപ്പൂപ്പൻ താടി എന്നുള്ള ആ യൂണിറ്റിലെ ചോദ്യങ്ങൾ നോക്കാം. പേജ് 75. വേനലിൻ്റെ വിഷമം ആനയ്ക്ക് മാത്രമല്ലല്ലോ. ചെടികൾ, വള്ളികൾ, മറ്റ് ജന്തുക്കൾ എന്നിവയൊക്കെ വേനൽ കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും. വേനൽ അനുഭവക്കുറിപ്പ് തയ്യാറാക്കൂ. ഇത് നമ്മൾ അനുഭവം, നമ്മളുടെ മനസ്സിലുണ്ടായ ചിന്തകൾ, നമ്മൾ അനുഭവിച്ച വിഷമങ്ങൾ, സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, ഇതൊക്കെ നമ്മൾ എടുത്തു കാട്ടിയിട്ടാണ് എഴുതേണ്ടത്. അപ്പം ഇങ്ങനെ എഴുതുമ്പോഴും നമ്മളൊരു തലക്കെട്ട് കൊടുക്കണം. എൻ്റെ വേനൽ അനുഭവക്കുറിപ്പ്. അങ്ങനെ സിമ്പിളായിട്ടുള്ള തലക്കെട്ടുകൾ കൊടുക്കാം. അല്ലെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു തലക്കെട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വേനൽ അനുഭവക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്, നോക്കാം. വേനൽക്കാലം എല്ലാവർക്കും ഇഷ്ടമാണ്. തെളിഞ്ഞ ആകാശം, ഇഷ്ടംപോലെ കളിക്കാം. മരങ്ങളിൽ കായ്കളും പഴങ്ങളും ഇഷ്ടംപോലെ കിട്ടും.
നിറയെ പൂക്കളും തുമ്പികളും തെളിഞ്ഞ പുഴയും വേനൽക്കാലത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ വേനൽ കടുക്കുമ്പോൾ സ്ഥിതിയാകെ മാറും. മരങ്ങളും ചെടികളും ജന്തുക്കളും ഒരു തുള്ളി വെള്ളത്തിനായി കാത്തിരിക്കും. വാടിക്കരിഞ്ഞ ചെടികളും വെള്ളത്തിനായി പാറുന്ന പക്ഷികളും എവിടെയും കാണാം. വേനലായാൽ ഞങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ പാർക്കിൽ പക്ഷികൾക്ക് കുടിവെള്ളം പാത്രത്തിൽ കെട്ടി വയ്ക്കും. ധാരാളം പക്ഷികൾ വെള്ളം കുടിക്കാൻ വരും. മനോഹരമായ ഒരു കാഴ്ചയാണ്. ഒഴിവുള്ള സമയത്തും ഉച്ചയ്ക്കും ഞങ്ങൾ ശബ്ദമുണ്ടാക്കാതെ ഒളിച്ചു നിന്ന് പക്ഷികൾ വരുന്നത് നോക്കും. ഇത് രസകരമായ ഒരു അനുഭവമാണ്. ഞാൻ ഇതേപോലെ എൻ്റെ വീട്ടിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേനൽ അനുഭവത്തിൽ നമ്മളുടെ മനസ്സിനെ ബാധിച്ച ഒരു സംഭവം അവിടെ എടുത്തു കാട്ടിയിട്ട് എഴുതിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം, വികൃതി മഴ. ഈ വികൃതി മഴ നമുക്ക് ടെക്സ്റ്റ് പുസ്തകത്തിലില്ല, പക്ഷേ അത് ടീച്ചർ നിങ്ങൾക്ക് ചൊല്ലിത്തരും. ടീച്ചേഴ്സിനുള്ള പുസ്തകത്തിലാണ് അത് ഉള്ളത്. ഞാൻ ഈ കവിത ഇവിടെ ചൊല്ലുന്നില്ല. താല്പര്യമുള്ളവർക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വായിക്കാം. ചോദ്യം നോക്കാം. ടീച്ചർ ചൊല്ലിത്തന്ന വികൃതി മഴ എന്ന കവിതയിലെ മഴയുടെ വികൃതികൾ ഇഷ്ടപ്പെട്ടോ? എന്തുകൊണ്ട്? ഒരു 4 വരി കവിത നമുക്ക് തരും. അതിനോട് ചേരുന്ന ഒരു 4 വരി കൂടി നമ്മളോട് എഴുതാനാണ് പറയുന്നത്. തന്നിരിക്കുന്ന ചോദ്യം നോക്കാം. ഒറ്റക്കാലിൽ വീഴുന്നു മഴ, ഇത്തിരി വട്ടം ചുറ്റുന്നു മഴ, കാറ്റിനൊപ്പം കൂടുന്നു മഴ, കാട്ടാളത്തം കാട്ടുന്നു മഴ. ഇങ്ങനെ കവിതാപൂരണത്തിന് തന്നിരിക്കുന്ന വരികൾ നമ്മളൊരു 4-5 തവണ നമ്മുടെ മനസ്സിൽ ചൊല്ലിയിട്ടൊരു ഈണം നമ്മൾ മനസ്സിലാക്കണം. അതേ ഈണത്തിൽ വരുന്ന ഒരു കവിതയാണ് നമ്മൾ എഴുതേണ്ടത്. അതെല്ലാ കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിൽ 4-5 തവണ ചൊല്ലുക, അതിൻ്റെ ആശയം മനസ്സിലാക്കുക. അതിനോട് തുടർച്ചയായി വരുന്ന അതേ ഈണത്തിലുള്ള ഒരു കവിതയാണ് എഴുതേണ്ടത്. ഈ കവിത എഴുതുമ്പോൾ വലിയ കവി ആകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന വാക്കുകൾ വെച്ച് ഏകദേശം ഒരു ഈണവും താളവും ആശയവും ചേർന്ന് വരുന്ന രീതിയിലുള്ള കവിത എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഞാനിവിടെ അതിൻ്റെ ഉത്തരം എഴുതിയിട്ടുണ്ട്, നോക്കാം. വമ്പുകൾ കാട്ടി മിന്നലുമായി പേടിപ്പിച്ചു വരുന്നു മഴ, മിന്നലു വേണ്ട പൊട്ടലു വേണ്ട, മഴയെ നീ ഒരു പൂമഴയായി വരുമോ, ഞങ്ങൾക്ക് ആ മഴ ഇഷ്ടം. അടുത്ത ചോദ്യം, പുസ്തകത്തിലെ ചിത്രം നോക്കൂ, വിവരണം തയ്യാറാക്കൂ. നമുക്ക് ഇതേപോലെ പരീക്ഷയ്ക്ക് ഈ ചിത്രമായിരിക്കണമെന്നില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ചിത്രം തരും. ആ ചിത്രം നോക്കി ഒരു വിവരണം എഴുതാൻ ആവശ്യപ്പെടും. അപ്പം നമ്മൾ വിവരണം എഴുതുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ടത് കണ്ടതുപോലെ എഴുതുക. അതാണ് വിവരണം എന്ന് പറയുന്നത്. നമ്മൾ വിവരണം എഴുതുമ്പോഴും ഒരു തലക്കെട്ട് കൊടുക്കണം. ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് മഴയത്തുള്ള ഒരു നടത്തമായിട്ടാണ് തോന്നുന്നത്. അപ്പം ഞാൻ ഇതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് മഴ നടത്തം വിവരണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചിത്രത്തിൽ കണ്ട കാര്യങ്ങൾ എഴുതാം. ആദ്യം ഇത് എന്ത് ആണ് എന്ന് എഴുതണം. അല്ലാതെ ഉള്ളടക്കത്തെക്കുറിച്ച് നമ്മൾ മഴ പെയ്യുന്നുണ്ട്, കുടയുണ്ട്, അങ്ങനെ എഴുതാൻ പാടില്ല. ആദ്യം ഇത് എന്താണ്, അങ്ങനെ എടുത്തു കാണിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതി അവസാനം ഓരോരോ ചെറിയ പോയിന്റുകളായിട്ട് എഴുതാം. മഴയത്ത് 4 കുട്ടികൾ നടക്കുന്നതാണ് ചിത്രത്തിലുള്ളത്. അപ്പോൾ ഇത് എന്താണ് എന്ന് നമ്മൾ ആദ്യം എഴുതി. 4 പേരും ഒരു കുടക്കീഴിലാണ് നിൽക്കുന്നത്. 4 പേരും നല്ല സന്തോഷത്തിലാണ്. പൂമഴയത്താണ് അവർ നടക്കുന്നത്. അവിടെ പൂമഴ എന്ന് പറഞ്ഞാൽ ചന്നം ഭിന്നം പെയ്യുന്ന ചെറുമഴയാണ്. ഭയങ്കര വെള്ളമൊന്നും വീഴുന്നതായിട്ട്, കുടയിൽ നിന്നും ഒറ്റി വീഴുന്നതായിട്ടൊന്നും കാണാനില്ല, കാറ്റ് വീശുന്നതായിട്ടും കാണാനില്ല. അതുകൊണ്ടാണ് പൂമഴ എന്ന് നമ്മൾ മനസ്സിലാക്കി അത് എഴുതിയിരിക്കുന്നത്. ശക്തമായ കാറ്റില്ല, ചാറ്റൽ മഴയാണ്. മഴവെള്ളത്തിൽ കളിക്കുന്നതിന് സൗകര്യമായ വിധത്തിൽ ചെരുപ്പിടാതെയാണ് അവർ നടക്കുന്നത്. നല്ല ഭംഗിയുള്ള നീല കുടയാണ് അവരുടെ കയ്യിലുള്ളത്. ചുവന്ന ഷർട്ടിട്ട കുട്ടിയാണ് കുട പിടിച്ചിരിക്കുന്നത്. നല്ല കളർ ഡ്രസ്സിലാണ് 4 പേരും. അടുത്ത ചോദ്യം നോക്കാം. ആനയുടെ വേനൽ അനുഭവം. നമ്മളെ പുസ്തകത്തിൽ പഠിച്ച അതേ അനുഭവമല്ല എഴുതേണ്ടത്. നമ്മൾ നമ്മളുടെ സ്വന്തം വാക്കുകൾ ഉപയോഗിച്ച്, സ്വന്തം ആശയം ഉപയോഗിച്ച്, സ്വന്തം അറിവ് ഉപയോഗിച്ചുകൊണ്ട് ഒരു അനുഭവമാണ് എഴുതേണ്ടത്. കൊമ്പനാന നടന്നു തളർന്നു. രാവിലെ മുതൽ വെള്ളം തേടി നടക്കുകയാണ്. കാട്ടിലെ കുളങ്ങൾ വറ്റി വരണ്ടു. പുല്ലുകൾ കരിഞ്ഞുണങ്ങി. വെയിൽ ചൂടോ അസഹനീയം. മഴമേഘങ്ങളുടെ പൊടി പോലുമില്ല ആകാശത്ത്. നടന്ന് ക്ഷീണിച്ച് കൊമ്പൻ മരത്തണലിൽ നിന്നു. ചെവി വട്ടം പിടിച്ചു. ദൂരെ മനുഷ്യരുടെ കലവിലെ ശബ്ദം. മനുഷ്യരുടെ നാട്ടിൽ പോയാൽ ഒരു തുള്ളി വെള്ളം കിട്ടുമോ? കൊമ്പന്റെ നാവിൽ പ്രതീക്ഷയുടെ നനവ്. അടുത്ത ചോദ്യം നോക്കാം. സുന്ദരിമുല്ലയുടെ കൂട്ടുകാർ ചെയ്ത പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എന്തുകൊണ്ട്? ഇത് വായിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും അനുഭവം ഓർമ്മ വന്നുവോ? പറയൂ. ഒരു അനുഭവക്കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അനുഭവക്കുറിപ്പ് എഴുതുമ്പോഴും നമ്മളൊരു തലക്കെട്ട് കൊടുക്കണം. അതുപോലെ നമ്മൾ അനുഭവിച്ച സന്തോഷം, ദുഃഖം ഇത് വായിക്കുന്നവർക്ക്
തോന്നുന്ന വിധത്തിൽ എഴുതണം. സ്കൂളിൽ പോയപ്പോൾ ഒരു സന്തോഷമുണ്ടായി, എനിക്ക് സന്തോഷമുണ്ടായി, എല്ലാവർക്കും സന്തോഷമുണ്ടായി, നല്ല രസമായിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ വായിക്കുന്നവർക്ക് എന്ത് കാര്യത്തിലാണ് സന്തോഷമുണ്ടായത്, എത്രമാത്രം സന്തോഷമുണ്ടായി, ഇതൊന്നും മനസ്സിലാവുകയില്ല. അപ്പോൾ ഇതൊക്കെ വായിക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ഇത്തിരി കടുപ്പിച്ച് എഴുതണം, സ്ട്രോങ് ആയിട്ട് എഴുതണം. ഞാനിവിടെ എഴുതിയിരിക്കുന്ന അനുഭവക്കുറിപ്പിന് ഞാൻ മുള്ളെടുത്തു അനുഭവ വിവരണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും തലക്കെട്ട് എഴുതാൻ മറന്നു പോകരുത്. തലക്കെട്ടിന് ഒരു പോയിന്റ്, ഒരു സ്കോർ ഉണ്ട്. ആ കാര്യം എല്ലാവരും ഓർമ്മ വെക്കണം. നമ്മൾ ഈ അനുഭവക്കുറിപ്പ് എഴുതുമ്പോൾ ഒരു തുടർച്ചയായിട്ട് എഴുതണം. ആദ്യം അവസാന ഭാഗവും പിന്നീട് ഇടയിൽ കയറ്റി അങ്ങനെ എഴുതരുത്. എന്താണ് നമ്മൾ എഴുതാൻ പോകുന്നത് അത് ക്രമീകരിച്ച തുടക്കം അങ്ങനെ ക്രമീകരിച്ച് ഏറ്റവും അവസാനം അതിൻ്റെ അവസാനം എന്ന രീതിയിൽ എഴുതണം. ചില കുട്ടികൾ എഴുതുന്നത് പാലത്തേന്ന് വീണു, എല്ലാവരും കരഞ്ഞു, ആൾക്കാർ ഓടി വന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഇത് എന്താണ്, എവിടെയാണ്, എപ്പോഴാണ് സംഭവിച്ചത് എന്നൊന്നും വായിക്കുന്നവർക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ആ തുടക്കം മുതൽ ക്രമീകരിച്ച് 1 by 1 ആയിട്ട് ആ സ്റ്റെപ്പായിട്ട് എഴുതി വരണം. ഞാൻ മുള്ളെടുത്തു എന്ന് പറയുന്ന ആ തലക്കെട്ട് വായിക്കുമ്പോൾ തന്നെ ഇതെന്താ സംഭവം എന്നറിയാൻ ഒരു ജിജ്ഞാസ ഉണ്ടാവും. അതേപോലത്തെ തലക്കെട്ടും നിങ്ങൾ കൊടുക്കണം. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ അനുഭവം എഴുതാം. ഞാനും ഞങ്ങളുടെ ക്ലാസ്സിലെ അനുഷയും ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത്. ഒരു ദിവസം ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അനുഷ ഒറ്റ കരച്ചിൽ അവളുടെ കാലിൽ ഒരു ചെറിയ മുള്ള് തുളച്ച് കയറിയിരിക്കുന്നു. അത് കണ്ടപ്പോൾ അവളാകെ പേടിച്ചു പോയി. ഞാൻ മുള്ളെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊന്നും അനുഷ സമ്മതിച്ചില്ല. ഞാൻ പതുക്കെ മുള്ളിൻ്റെ ഒരറ്റത്ത് പിടിച്ച് പതുക്കെ വലിച്ചു. മുള്ള് ഊരിപ്പോന്നു. മുള്ള് കാണിച്ചു കൊടുത്തപ്പോഴാണ് അവളുടെ കരച്ചിൽ നിന്നത്. സ്കൂൾ വരെ അവളുടെ ബാഗ് ഞാനെടുത്തു. അനുഷ ഞൊണ്ടി നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിരി വിരിഞ്ഞു. ആ ഒരു ചെറിയ സംഭവത്തെ ആദ്യം അനുഷ ഒരു വലിയ സംഭവമായി കരഞ്ഞു. അവളുടെ ആ മനസ്സിലെ വിഷമങ്ങൾ വായിക്കുന്നവർക്ക് മനസ്സിലാകും. അതോടൊപ്പം തന്നെ ആ ഞൊണ്ടിയുള്ള നടത്തം മനസ്സിലാകും. അതൊക്കെ ആ വേദനയും അനുഷ അനുഭവിച്ച ദുഃഖവും സങ്കടവുമാണ്. അതോടൊപ്പം തന്നെ അതിലെ ഒരു തമാശ, എൻ്റെ മനസ്സിലുണ്ടായ ഒരു തമാശയും ഞാനവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വായിക്കുന്നവർക്ക് അത് ബോധ്യമാകുന്ന രീതിയിൽ എഴുതണം. ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ 5 സ്കോറാണ്. ഒരു സ്കോർ തലക്കെട്ടിനും അതേപോലെ ഖണ്ഡിക തിരിച്ച് വൃത്തിയായി എഴുതണം. അതിനൊക്കെ സ്കോറുകളുണ്ട്. അങ്ങനെ 5 സ്കോർ ശരിയായാലാണ് നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടുന്നത്. ഞാനിവിടെ ഖണ്ഡിക തിരിച്ച് എഴുതിയത് നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അമ്പിളിമാമൻ അല്പം നിലാവെടുത്ത് സുന്ദരിമുല്ലയുടെ കണ്ണിലിറ്റിച്ചു. പിറ്റേന്ന് കാലത്തുണർന്നപ്പോൾ മുല്ലപ്പന്തലിൽ 1000 വെള്ളി നക്ഷത്രങ്ങൾ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കഥ നിങ്ങളെല്ലാവരും വായിച്ച് രസിച്ച കഥയാണ്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് തരുന്ന ചോദ്യം നോക്കാം. അപ്പോഴാണ് കത്രികത്തലയൻ പൂവെട്ടി വണ്ട് നിറയെ പൂത്തു നിൽക്കുന്ന മുല്ലച്ചെടിയിൽ വന്നിരുന്നത്. കഥ പൂർത്തിയാക്കൂ. അപ്പൊ മുല്ലച്ചെടി ഇങ്ങനെ സന്തോഷത്തോടെ സൂക്കേടൊക്കെ മാറി സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്താണ് പൂവെട്ടി വണ്ട്, ഒരു സൈസ് വണ്ടാണ്, അത് പൂവിലിരുന്നിട്ട് കുറച്ച് പൂവൊക്കെ തിന്നും, അതിൻ്റെ ഇതളുകൾ മുറിച്ച് കളയും. അങ്ങനത്തെ ഒരു വണ്ട് നിറയെ പൂത്തു നിൽക്കുന്ന മുല്ലച്ചെടിയിൽ വന്നിരുന്നു. ഇനി എന്താണ് സംഭവിച്ചത്? ആ കഥ നിങ്ങൾ പൂർത്തിയാക്കി എഴുതണം. അങ്ങനെ ഒരു ചോദ്യം കിട്ടുമ്പോൾ നമ്മൾ അതിനോട് ചേരുന്ന ഒരു സംഭവം നമ്മൾ മനസ്സിൽ വിചാരിക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. കഥ എഴുതുമ്പോഴും തീർച്ചയായിട്ടും കഥയ്ക്ക് ഒരു പേര് വേണം, തലക്കെട്ട് വേണം, ഖണ്ഡിക ധരിച്ച് വൃത്തിയായി എഴുതണം. അതേപോലെ ആ സംഭവങ്ങളെ ക്രമീകരിച്ച് തുടക്കം ഒടുക്കം അങ്ങനെ ആ ക്രമത്തിൽ എഴുതി വരണം. അവസാനമാണ് അതിൻ്റെ ഒടുക്കം വരേണ്ടത്. എങ്കിൽ മാത്രമേ കഥ വായിക്കുന്നവർക്ക് ഒരു രസം തോന്നുകയുള്ളൂ. അങ്ങനെ രസിച്ച് വായിക്കാൻ കഴിഞ്ഞാലേ A ഗ്രേഡ് കിട്ടുകയുള്ളൂ. ഞാനിവിടെ കഥ എഴുതിയിട്ടുണ്ട്, വായിക്കാം. ജീവനും കൊണ്ടോടിയ വണ്ട്. കഥ. നിറയെ പൂത്ത മുല്ലച്ചെടി, വൈകുന്നേരം വരെ മുറിക്കാനുള്ള പൂക്കളുണ്ട്. കത്രികത്തലയന് സന്തോഷമായി. അയ്യോ, എല്ലാവരും ഓടിവായോ, കത്രികത്തലയൻ എന്നെ കൊല്ലാൻ വരുന്നേ, മുല്ലച്ചെടി നിലവിളിച്ചു. മുല്ലച്ചെടിയുടെ കരച്ചിൽ കേട്ട് കുഞ്ഞിപ്പൂമ്പാറ്റ എത്തി നോക്കി. അയ്യോ, കത്രികത്തലയൻ, ഇവനെ ഓടിക്കാൻ ഒരു വഴിയുണ്ട്. കുഞ്ഞിപ്പൂമ്പാറ്റ പൂത്താങ്കിരിയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ഉടൻ തന്നെ പൂത്താങ്കിരി സംഘം കലവിലെ ശബ്ദത്തോടെ മുല്ലച്ചെടിയുടെ ചുറ്റും പറന്നു. അപകടം മനസ്സിലാക്കിയ കത്രികത്തലയൻ ഒറ്റ കുതിപ്പിന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. കുറച്ച് വരികളുള്ള ചെറിയൊരു കഥ. അതിന് തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്, തുടക്കമുണ്ട്, അതിങ്ങനെ ഉയർന്നുയർന്ന് അവസാനം ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ആ രീതിയിൽ 3 ഖണ്ഡികയായിട്ട് നല്ല വൃത്തിയിൽ എഴുതുക. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിന് നല്ല കഥകൾ എഴുതി ശീലിക്കൂ. ഓക്കേ.
ഇനി നമുക്ക് വായനക്കുറിപ്പ് എഴുതാൻ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ആസ്വാദനക്കുറിപ്പാണ് ശരിക്കും നമ്മളോട് എഴുതാൻ പറയുന്നത്. നമ്മൾ മരുന്ന് എന്ന കഥ നമ്മൾ വായിച്ചു. ആ കഥ വായിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു 4-5 പദസൂര്യൻ തരും. പരസ്പര സഹായം, കഥാപാത്രങ്ങൾ, സംഭാഷണ രീതിയിൽ കഥ പറയുന്നു, കഥയുടെ ആശയം, രസകരമായ വാക്കുകൾ, ഇതൊക്കെ വെച്ചിട്ട് ഈ കഥയ്ക്ക് ഒരു വായനക്കുറിപ്പ് തയ്യാറാക്കുക എന്നൊരു ചോദ്യം വരും. വായനക്കുറിപ്പ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആസ്വാദനക്കുറിപ്പാണ്. അതായത് ഈ കഥ നിങ്ങളെ ആസ്വദിച്ചു വായിച്ചു, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന രീതിയിൽ ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അതെങ്ങനെ എഴുതുമെന്ന് നോക്കാം. ഇവിടെ ഈ പദസൂര്യനിൽ കുറച്ച് പോയിന്റ് തന്നിട്ടുണ്ട്. ഇത് ക്രമീകരിച്ചിട്ടൊന്നുമല്ല തന്നിരിക്കുന്നത്, ക്രമമില്ലാതെ കുറച്ച് പോയിന്റുകളാണ്. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് തലക്കെട്ട് എഴുതണം. അതുപോലെ എന്താണ് കഥയുടെ പേര്, ആ കാര്യങ്ങൾ എഴുതണം. അതോടൊപ്പം തന്നെ ആ കഥയിലെ കഥാപാത്രങ്ങൾ ആരെന്ന് എഴുതണം. അതോടൊപ്പം തന്നെ കഥയുടെ ആശയം എന്താണെന്ന് എഴുതണം. ഇനിയാണ് അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് എഴുതേണ്ടത്. സംഭാഷണ രീതിയിൽ കഥ പറയുന്ന കാര്യം എഴുതാം, രസകരമായ വാക്കുകൾ എഴുതാം. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനമായിട്ട് ഈ കഥ നൽകുന്ന സന്ദേശം എന്ത്, അതാണ് പരസ്പര സഹായം എന്നുള്ള ഒരു ആശയം, അതെഴുതാം. ഇത്രയും നമ്മൾ ക്രമീകരിച്ച് എഴുതുമ്പോൾ നമ്മളുടെ ഉത്തരം പൂർണ്ണമാകും. അപ്പോൾ ഈ ഓരോ പോയിന്റും നമ്മൾ ഓരോ ഖണ്ഡികയായിട്ടാണ് എഴുതേണ്ടത്. പക്ഷേ നമ്മളിപ്പോൾ ചെറിയ ക്ലാസ്സിലായതുകൊണ്ട് 2 പോയിന്റൊക്കെ ചേർത്ത് ഒരു ഖണ്ഡിക എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ഖണ്ഡിക എന്ന് പറഞ്ഞാൽ വലിയൊരു ഖണ്ഡികയൊന്നും ആവശ്യമില്ല, 3-4 വരിയുള്ള ചെറിയ ഖണ്ഡിക മതി. ഇനി അത്രയും എഴുതാൻ പറ്റുകയില്ലെങ്കിൽ തന്നെ 1-2 ആശയങ്ങൾ ചേർത്ത് ഒരു ഖണ്ഡിക എഴുതാം. അപ്പോൾ തുടക്കവും ഒടുക്കവും അവസാനവും ആ ക്രമത്തിൽ വേണം എഴുതാൻ. ഞാനിവിടെ ഇതിൻ്റെ ഉത്തരം എഴുതിയിട്ടുണ്ട്. മരുന്ന് എന്ന കഥ ആസ്വാദനക്കുറിപ്പ്. ചോദ്യപേപ്പറിൽ വായനക്കുറിപ്പ് എന്ന് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെ എഴുതാം. മരുന്ന് എന്ന കഥ വായനക്കുറിപ്പ്, അങ്ങനെ എഴുതാം. നല്ല രസമുള്ള ഒരു കഥയാണ് മരുന്ന്. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം പൂക്കളും ജീവികളുമാണ്. അവർ മനുഷ്യരെ പോലെ സംസാരിക്കും. കുഞ്ഞിപ്പൂമ്പാറ്റയാണ് പ്രധാന കഥാപാത്രം. പൂത്താങ്കീരി, സുന്ദരിമുല്ല, ചെമ്പരത്തി വൈദ്യർ, തേൻ വണ്ട്, കുറുമ്പി തേനീച്ച, അമ്പിളിമാമൻ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങൾ. തേൻ കുടിക്കാൻ വന്ന കുഞ്ഞിപ്പൂമ്പാറ്റ സുന്ദരിമുല്ലയ്ക്ക് ചെങ്കണ്ണാണെന്ന് കണ്ടെത്തുന്നു. തുടർന്ന് എല്ലാവരും ചേർന്ന് മരുന്ന് തേടി പിടിച്ച് സുന്ദരിമുല്ലയുടെ അസുഖം മാറ്റുന്നു. സംഭാഷണ രീതിയിലാണ് ഈ കഥ പറയുന്നത്. അയ്യോ ഇതെന്ത്, വേദന കൊണ്ട് പുളഞ്ഞു, എല്ലാവരും ഒന്ന് മാറൂ. ഇത്തരം വാക്കുകൾ വായിക്കുമ്പോൾ സംഭവം കൺമുന്നിൽ നടക്കുന്നത് പോലെ തോന്നും. ആപത്തിൽപ്പെടുന്നവരെ സഹായിക്കണം, പരസ്പരം സഹായിക്കണം എന്നീ ആശയങ്ങളാണ് ഈ കഥയിലുള്ളത്. താഴെ പറയുന്നവയിൽ വിശേഷിപ്പിച്ച് പറയുന്ന വാക്കേത്? അതായത് ഏതെങ്കിലും ഒരു വാക്കിനെ വിശേഷിപ്പിക്കുന്ന, നല്ല ഗുണമോ ചീത്ത ഗുണമോ ആയിക്കോട്ടെ, അത് വിശേഷിപ്പിച്ച് പറയുന്ന വാക്കേത് എന്നാണ് ചോദ്യം. മുല്ല, വമ്പത്തി ചെമ്പകം, കരയുക, ഓടുക. ഇതിൽ മുല്ല എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ, അതിനെ ഒന്നും വിശേഷിപ്പിച്ചിട്ടൊന്നുമില്ല. അതുപോലെ കരയുക എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയാണ്, കരയുന്നു, അതിനെ വിശേഷിപ്പിക്കുന്നില്ല. സങ്കടത്തോടെ കരയുന്നു, ദുഃഖത്തോടെ കരയുന്നു, അങ്ങനെയൊന്നും വിശേഷിപ്പിച്ച് പറയുന്നില്ല. ഓടുക എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ്, അതിനെയും വിശേഷിപ്പിക്കുന്നൊന്നുമില്ല. വമ്പത്തി ചെമ്പകം എന്ന് പറഞ്ഞാൽ ചെമ്പകച്ചെടി നമുക്കറിയാം. വമ്പത്തിയായ ചെമ്പകം, വലിയ വീര്യം കൂടിയ ചെമ്പകം, അപ്പം അതിനെ വമ്പത്തി എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഉത്തരം ഇതാണ്. അടുത്ത ചോദ്യം നോക്കാം. മണ്ണേ നമ്പി മരമിരിപ്പൂ താരികന്താരൂ. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കവിതാപൂരണം എന്ന് പറഞ്ഞ ഒരു 4 വരി തരും. അതിനോട് ചേർത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു കവിത എഴുതണം. നമുക്ക് തന്നിരിക്കുന്ന വരികൾ ഏതാണെന്ന് നോക്കാം. പുഴയെ നമ്പി നീരിരിപ്പൂ താരികന്താരൂ, നീരെ നമ്പി മീനിരിപ്പൂ താരികന്താരൂ. ഇതിനോട് ചേരുന്ന ഒരു 4 വരികളെ ആണ് നമ്മൾ എഴുതേണ്ടത്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് എഴുതേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ താളവും ഈണവും വരുന്ന രീതിയിൽ എഴുതണം. ഞാനിവിടെ ഒരു 4 വരി എഴുതിയിട്ടുണ്ടെന്ന് നോക്കാം. മീനെ നമ്പി വലയിരിപ്പൂ താരികന്താരൂ, വലയെ നമ്പി വേടനിരിപ്പൂ താരികന്താരൂ, വേടനെ നമ്പി മക്കളിരിപ്പൂ താരികന്താരൂ, മക്കളെ നമ്പി സ്കൂളിരിപ്പൂ താരികന്താരൂ. മറ്റൊരു കവിതയും അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതുകൂടി വായിച്ചു നോക്കാവുന്നതാണ്. പൂമ്പാറ്റയുടെ കുഞ്ഞ് എന്ന അർത്ഥം വരുന്ന വാക്കേത്? വമ്പത്തി പൂമ്പാറ്റ, കുഞ്ഞിപ്പൂമ്പാറ്റ, നർത്തകി പൂമ്പാറ്റ, മഴവിൽ പൂമ്പാറ്റ. ഇങ്ങനെ അർത്ഥം ചോദിക്കുന്ന ഒരു ചോദ്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ജനു. നമുക്കറിയാം, നമ്മൾ ഈ കഥ പഠിച്ചതാണ്. ഭൂമിയിലെത്തിയ വിരുന്നുകാർ എന്ന കഥ പഠിച്ചിട്ടുണ്ട്. നല്ല രസമുള്ളൊരു കഥയാണ്. ഇതൊരു വലിയ കഥാപുസ്തകത്തിൽ നിന്നും എടുത്ത ഒരു കുറച്ച് ഭാഗമാണ്. ജനു ആണ് ഇത് എഴുതിയത്. ഈ ജനുവിനെക്കുറിച്ച് ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ജനുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ സുഗതകുമാരിയെക്കുറിച്ചോ ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ടും പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ ജനുവിനെക്കുറിച്ച് ഒരു ചെറിയ ജീവചരിത്രക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. നമ്മൾ ജീവചരിത്രക്കുറിപ്പ് എഴുതുമ്പോൾ ജനു എവിടെ ജനിച്ചു, എന്ന് ജനിച്ചു, മാതാപിതാക്കൾ ആരെല്ലാം, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അതുപോലെ ജനുവിൻ്റെ പ്രധാന കൃതികൾ എന്തൊക്കെയാണ് അത് ഉൾപ്പെടുത്തുക. പ്രധാന അവാർഡുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ചെറിയ ജീവചരിത്രക്കുറിപ്പാണ് 3ാം ക്ലാസ്സുകാരായ നമ്മളെ എഴുതേണ്ടത്. ഞാനിവിടെ ഒരു ചെറിയ ജീവചരിത്രക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ജനു എന്ന തൂലികാനാമത്തിൽ ബാലസാഹിത്യ രചനകൾ നടത്തുന്നു. പൂർണ്ണനാമം KB ജനാർദ്ദനൻ. കണ്ണൂർ ജില്ലയിലെ പേരാവൂരിനടുത്ത് 1959 സെപ്റ്റംബർ 1 ജനിച്ചു. ഭൂമിയിലെത്തിയ വിരുന്നുകാർ, ഫീലിയാസ് ഫോഗിൻ്റെ ലോക പര്യടനം. അത് പുനരാഖ്യാനമാണ് എന്ന് പറഞ്ഞാൽ തർജ്ജമ ചെയ്തതാണ്. നല്ല രസമുള്ള ഒരു കഥയാണ്. ഞാനത് വായിച്ചിട്ടുണ്ട്. സൂര്യനെ തൊടാനായി, പയറ് മുതിരിയായ കഥ, ആനയും തയ്യൽക്കാരനും. ഇനി ഒരു ജീവചരിത്രക്കുറിപ്പ് ടീച്ചേഴ്സിനുള്ള പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഞാനിവിടെ ഇടാൻ. താല്പര്യമുള്ളവർ അതുകൂടി വായിച്ചു നോക്കൂ. ഇത്രയുമാണ് നമുക്ക് 3ാം ക്ലാസ്സിൽ അർദ്ധവാർഷിക പരീക്ഷ, അതായത് ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യങ്ങൾ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.